ഈ സുധിയുടെ മുഖത്ത് ഇവിടെ തന്നെ ഒരു പാട്, വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ടല്ലേ, അവിടെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ അല്ല എനിക്ക് വന്നത്, കറക്റ്റ് അവന്റെ അതേ സ്ഥലത്ത് തന്നെ. ഒന്നും റിക്കവർ ആയിട്ടില്ല. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാത്ത ആർട്ടിസ്റ്റുകളും അത് എത്രമാത്രം ദുഃഖകരമാണ്. പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യാൻ വളരെ ഈസി ആണല്ലോ, അതിനൊരു സമയവും. എന്റെ പടത്തിൽ അഭിനയിച്ച നായകനെ എനിക്ക് ഒരു പ്രമോഷൻ ഇല്ല. അതെ, ഒരാളായി പണി കിട്ടിയിട്ട് ഇവിടെ പടയുന്ന ഉത്തരം പറയാനുള്ള കാര്യം സാജപ്പള്ളിയുടെ കൂടെ ഇവര് ഒന്നിച്ച് വർക്ക് ചെയ്ത് ചോദിക്കാതിരുന്ന തന്നെ മറ്റേതിനകത്താ പോകണ്ടേനെ. അല്ല പിന്നെ അതൊരു നമ്മുടെ ജോലി. എന്തുണ്ട് മുത്തേ, ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയെതിരെ ഭയങ്കര ആരോപണങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ നല്ല ചേഞ്ചാണ് നോക്കുന്നതെങ്കിൽ മൈജി തന്നെ പോണം. ലാപ്ടോപ്പ് വിൽപ്പനയിൽ കേരളത്തിൽ നമ്പർ 1 ആണ് മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. നീതൂസ് അക്കാദമി, ഇന്ത്യസ് നമ്പർ 1 ലാംഗ്വേജ് അക്കാദമി. ഡോക്ടറാണ്, പ്രൊഡ്യൂസറാണ്. എങ്ങനെയാണ് ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് ഡോക്ടറിന് തോന്നാൻ കാരണം? ആക്ച്വലി ഞാൻ ഇതിലേക്ക് വന്നത് മകനിലൂടെയാണ്. എൻ്റെ മകൻ എൻ്റെ ഒരു മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ് ആള്. എൻ്റെ പാത തന്നെ ഫോളോ ചെയ്തിട്ട് പുള്ളി ഇപ്പോൾ ഒരു 3rd ഇയർ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അദ്ദേഹം 1-2 ഓഡീഷനിൽ പോയിരുന്നു. അപ്പം ആ ഓഡീഷനിലൊക്കെ പോകുന്നതൊക്കെ പുള്ളി സെലക്റ്റഡ് ആയി. അപ്പം അങ്ങനെ ഒരു പ്രോജക്റ്റിൽ ഓണായി പുള്ളി അതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. പക്ഷെ അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നടന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് പുള്ളിക്ക് ഉണ്ടെന്നുള്ള എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കാര്യം ഞാൻ ഒരാളായിട്ട് ഷെയർ ചെയ്യും. അദ്ദേഹം ഈ VM അനിലിൻ്റെ സുഹൃത്താവുകയും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ VM അനിൽ ഇങ്ങനെ ഒരു കഥയായിട്ട് ഒരു പ്രൊഡ്യൂസറെ നോക്കി നടക്കുന്നുണ്ട്, അപ്പോൾ ഡോക്ടർക്ക് താല്പര്യമുണ്ടോ ഒന്ന് ഞാൻ ഇന്ന് മുട്ടിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്ന് പറഞ്ഞ് അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു 1 ലൈൻ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ എന്തൊക്കെയോ എനിക്ക് താല്പര്യം തോന്നി, ഈ കഥയിൽ താല്പര്യം തോന്നി. അങ്ങനെ ഇത് ഓണാവുകയാണ് ചെയ്തത്. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ സംഭവിച്ചതാണ്. പല രീതിയിലാണ് സിനിമയിലേക്ക് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, അവന് സിനിമയിൽ ചാൻസ് ചോദിച്ച് ചെന്ന് അങ്ങനെ നിന്നപ്പോൾ അവിടെ പ്രൊഡക്ഷനിൽ ഫുഡ് കൊടുത്തില്ല. അവനാകെ ദേഷ്യം കയറിയിട്ട് പിന്നെ അവനടുത്ത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയും ഒരു വാശിക്ക് കൃത്യമായിട്ട് ഫുഡ് കൊടുത്തായിരുന്നെങ്കിൽ ഒരു പ്രൊഡ്യൂസർ രക്ഷപ്പെട്ടേനെ. ഭക്ഷണം വരുത്തി വെക്കണ വിനി പ്രൊഡക്ഷനിൽ നിന്ന് ഫുഡ് കൊടുത്തില്ല എന്ന് പറഞ്ഞിട്ട് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ തയ്യാറായി വന്നൊരുത്തനുണ്ട്. എനിക്ക് വളരെ അടുത്ത ഒരാളാണ്. പിന്നെ ചെറിയ കേസിലേക്ക് പെട്ട പേര് പറയാത്തത്. ഇപ്പൊ ഫുഡുണ്ടോ അത് പ്രൊഡക്ഷൻ എന്തെങ്കിലും ഉണ്ടോ? അമേരിക്കയിലൊക്കെ പോയി ഉണ്ടാക്കി കുറച്ച് പൈസയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ആ സിനിമയിലൂടെ കുറെ പോയി. പറഞ്ഞത് വാശിക്ക് സിനിമ എടുക്കുക എന്നല്ല, നമ്മള് ഒരു നല്ല പ്രൊജക്റ്റിലേക്ക് വീഴുക എന്ന് പറഞ്ഞാല് അത് അതിന്റെ കഥ, ഏത് ആരാ ചെയ്യുന്നത്, ആരൊക്കെ അഭിനയിക്കുന്നത്, എന്താണ് അതിൻ്റെ ഒരു കണ്ടന്റ്, അങ്ങനെ നോക്കിയിട്ടുണ്ട്. വാശിക്ക് എനിക്ക് ചോറ് വന്നില്ല എന്ന് പറഞ്ഞ സിനിമ എടുക്കുക നല്ല രീതിയാണ്. അത് ഈ പറഞ്ഞ പോലെ VM ബിനുവിന്റെ അനിയൻ എടുക്കുമ്പോൾ അതിനൊരു കാമ്പുണ്ടാവും, അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടും. അവരുടെ അനിയൻ എന്ന് പറയുമ്പോൾ ഇവർ ടച്ച് ആണല്ലോ സിനിമ. അതൊരു ആ ഒരു പെഡിഗ്രി നമ്മള് വാല്യൂ ഉണ്ട്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഡോക്ടർ അതിലേക്ക് പോയത്. ഫെയിമിന്റെ ആളുടെ അസിസ്റ്റന്റ് ആയിരുന്നല്ലോ ഈ കുറെ കാലം. അദ്ദേഹത്തിന്റെ സന്ധ്യത സഹചാരിയായിരുന്നു. അതാണ് ഞാനും പറയാൻ വന്നത്. അല്ല, മോറോവർ ഞാനത് സ്ക്രിപ്റ്റ് നന്നായിട്ട് പഠിച്ചു, അതിൽ റീവർക്ക് ചെയ്തു. അതുകൊണ്ടാണല്ലോ എന്റെ പേര് ക്രിയേറ്റീവ് സ്ക്രിപ്റ്റ് റൈറ്ററിലുള്ളത്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞങ്ങൾ സ്ക്രിപ്റ്റിൽ നന്നായിട്ട് വർക്ക് ചെയ്തു. ഞങ്ങളൊരു 6 മീശ അതങ്ങനെ വന്നു പോയതാണ്, അല്ലാണ്ട് ഇതിന് മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇത് ഗിവൺ ബൈ ഗോഡ്. ചേട്ടൻ എങ്ങനെയാ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഞാനെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണത്? സാറിന് ഡോക്ടറായ നല്ല കാശുണ്ട്, അതുകൊണ്ട് നല്ല ഡൈ മേടിച്ച് വരട്ടാം. ചേട്ടാ ഇതും അത് ഏകദേശം ഈക്വൽ അല്ലേ? വലിയ വ്യത്യാസം ഒന്നുമില്ലല്ലോ. പിന്നെന്താ മെയിൻറ്റെയിൻ ചെയ്യുന്ന ചോദിക്കുന്നത്? ഏകദേശം ഈക്വലോ?
ഫുൾ എന്റെ മെയിൻറ്റെയിൻ ചെയ്യല് ഭയങ്കര ഞങ്ങളുടെ പ്രൊഡ്യൂസറാ. അപ്പൊ അത് പുതിയൊരു പടവും കൂടെ പ്ലാൻ ചെയ്ത് വെച്ചേക്കാം അല്ലേ? എന്തായാലും ഈ ഒരു സബ്ജക്ട് വളയം പി സി എന്ന് പറഞ്ഞ ഒരു പോലീസ് സബ്ജക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നു, അതിന്റെ പേര് കൊണ്ടാണ്, ടൈറ്റിൽ കൊണ്ടാണ് എനിക്ക് അങ്ങനെ തോന്നുന്നത്. അതെ, എന്തുവാകട്ടെ, എനിക്ക് പ്രൊഡ്യൂസറിനടുത്ത് 2 പ്രധാനപ്പെട്ട കാര്യം ചോദിക്കാറുണ്ട്. ഒന്നുമല്ല, ഈ സിനിമയ്ക്ക് ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ടല്ലേ? ഉണ്ട്. ഒരു പോസ്റ്റ് പോലും ഷെയർ ചെയ്യാത്ത ആർട്ടിസ്റ്റുകളുമുണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ കണ്ടിരിക്കുന്നു. അത് സത്യമാണ്. നമുക്ക് അതൊരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അത് എത്രമാത്രം ദുഃഖകരമാണ്. അല്ല, അത് തീർച്ചയായും എല്ലാവരും അവരവരുടെ നെക്സ്റ്റ് ഒരു പ്രോജക്റ്റ് കഴിയുമ്പോൾ അടുത്ത പ്രോജക്റ്റിലേക്ക് ഓൺ ആവുകയാണല്ലോ ചെയ്യുന്നത്. പക്ഷെ അപ്പം പലരും പ്രൊമോഷന് വരാൻ പറ്റാത്തത് അതുകൊണ്ടായിരിക്കാം. എന്നിരുന്നാലും ഒരു പോസ്റ്ററൊക്കെ ഷെയർ ചെയ്യാൻ വളരെ ഈസി ആണല്ലോ. അതിന് സമയവും ഇന്ന സ്ഥലത്ത് വേണമെന്നോ ഒന്നുമില്ലല്ലോ. അതൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളാണ്. അത് അവരവരുടെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്. അവർ ചെയ്തൊരു പ്രോജക്റ്റ് അവര് ഇതിന്റെ പ്രൊമോഷനെ ഹെൽപ്പ് ചെയ്യാന്നുള്ളത് ഓരോ ഇൻഡിവിജ്വൽ പേര് കേട്ട ആർട്ടിസ്റ്റ് എന്നല്ല, ആ പ്രോജക്റ്റിൽ ആരൊക്കെ ഇൻവോൾവ് ആയിട്ടുണ്ടോ, അത് ടെക്നിക്കൽ ക്രൂ ആയിക്കോട്ടെ, ആക്ടിംഗ് ക്രൂ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ ഒരു മോറൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആ പടത്തിനെ ഹെൽപ്പ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത്. നമ്മളൊരു പടം എടുത്തുകൊണ്ട് അത് വിജയം ആവുന്നില്ലല്ലോ, അത് പ്രൊമോട്ട് ചെയ്ത് അതിനൊരു ഇൻട്രസ്റ്റ് ജനങ്ങളിൽ എത്തിക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ഇപ്പോഴത്തെ കാലത്ത്. പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇപ്പൊ എല്ലാ ആഴ്ചയിലും 5ഉം 10ഉം പടങ്ങളാണല്ലോ ഇറങ്ങുന്നത്. അപ്പം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറഞ്ഞ സംഗതിയാണ് ഇൻഡസ്ട്രിയിലുള്ളത്. എല്ലാ പടവും വിജയിക്കണമെന്നില്ല, ഒരുപാട് ആസ്പെക്ട്സ് ഉണ്ടല്ലോ വിജയത്തിന്. ചിലപ്പോൾ അതിന്റെ മേക്കിങ്ങിലായിരിക്കും, ചിലപ്പോൾ അതിന്റെ സ്റ്റോറി ലൈനിലായിരിക്കാം വിജയം കണ്ടെത്തുന്നത്, ചിലപ്പോൾ അതിന്റെ പ്രൊമോഷനിലും ആയിരിക്കാം, അല്ലേ? അപ്പം ഇതെല്ലാം കൂടെ കൂടുമ്പോഴാണല്ലോ നമുക്കൊരു എന്താ പറയാ, ഇതിനൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാകും. അല്ല, ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ താങ്കൾ പ്രൊഡ്യൂസറാണ്, ഇനി ഒരു സിനിമയാണെന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് പോലും നഷ്ടപ്പെടുത്തുമല്ലേ ഇത്തരം താരങ്ങൾ? അങ്ങനെ പറഞ്ഞുകൂടാ. ഇപ്പൊ എല്ലാരും ഒരേ പറഞ്ഞിട്ടില്ല, ഇത്തരം താരങ്ങൾ എന്നാ പറഞ്ഞിട്ടുള്ളത്. അത് ശരിയാണ്. പക്ഷെ എന്ന് വെച്ചിട്ട് നമ്മൾ അതൊരു വളരെ നെഗറ്റീവായിട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല കണ്ടന്റ് ഉണ്ടെങ്കിൽ വിജയിക്കും എന്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഞാൻ സിനിമ ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു ശിശുവാണ്. എന്നിരുന്നാലും ഈ ചുരുങ്ങിയ കാലങ്ങൾ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങൾ വെച്ച് പറയാണ്. ഇത് ഒരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രമല്ലല്ലോ ഒരു ഫിലിം വിജയിക്കുക എന്നുള്ളത്. ഒരുപാട് ആസ്പെക്ട്സ് ഇല്ലേ ഒരു ഫിലിമിന്റെ വിജയത്തിന്. അപ്പം അങ്ങനെ പറഞ്ഞുകൂടാ. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ഇപ്പൊ എല്ലാ ആർട്ടിസ്റ്റുമായിട്ടും ഓരോ അഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ, ആർട്ടിസ്റ്റ് പ്രൊഡ്യൂസർ പ്രൊഡക്ഷൻ അഗ്രിമെന്റ് ഉണ്ടാവും. ഈ അഗ്രിമെന്റ് പ്രകാരം ഡബിങ്ങോടുകൂടി അവരുടെ സെറ്റിൽമെന്റ് കഴിയുകയാണ്. മിക്ക അഗ്രിമെന്റും അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ചിലപ്പോൾ തെറ്റായിരിക്കാം കേട്ടോ. പക്ഷെ അതിന് പകരം പ്രൊമോഷൻ കൂടെ കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സെറ്റിൽ ചെയ്യാവുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷെ ആ ഒരു ഓപ്ഷൻ ഫോളോ ചെയ്യുന്നില്ലായിരുന്നു. ഞാൻ പലരുമായിട്ടും അഗ്രിമെന്റ് വെച്ചപ്പോ ഒക്കെ ഡബിങ്ങിന് ഇത് ഫിനിഷ് ചെയ്യണം എന്നാണ് എല്ലാവരും എന്നോട് ആവശ്യപ്പെട്ടുള്ള സംഘടന. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അതെ, പക്ഷെ അത് എന്തുകൊണ്ട് എങ്ങനെ താങ്കൾക്ക് അറിയാൻ പറ്റിയിട്ടില്ല? ചിലപ്പോ ആയിരിക്കാം. ഞാനിത് ആദ്യമായിട്ടാണല്ലോ. നിർമ്മാതാക്കളുടെ എഗ്രിമെന്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ശരി, മനസ്സിലായോ? അത് നിർമ്മാതാക്കളുടെ സംഘടനയിലെ ഓപ്ഷൻ വരുന്നത് ബോംബെ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥലങ്ങളിൽ ഡബ്ബിങ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ കഴിഞ്ഞിട്ട് 25% പൈസ നൽകാവോ എന്നൊരു എഗ്രിമെന്റ് ഉണ്ട്. അത് ഇവിടുത്തെ നിർമ്മാതാക്കൾ ഫോളോ ചെയ്തിട്ടുണ്ട്, ഈ സംഘടന ഫോളോ ചെയ്തിട്ടുണ്ട്. താങ്കളെ പറ്റിക്കപ്പെട്ടു. അങ്ങനെ പറഞ്ഞുകൂടാ. പക്ഷെ ഡബ് ചെയ്യണമെങ്കിൽ ഇവർക്ക് സെറ്റിൽമെന്റ് വേണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾ എന്ത് ചെയ്യും? പ്രൊഡക്ഷൻ സൈഡിൽ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഡബിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഡബ് ചെയ്യാതെ നമുക്ക് പോസ്റ്റ് പ്രൊഡക്ഷൻ ഫിനിഷ് ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? അതായത് ഒരാൾക്കും പൈസ കൊടുക്കാനില്ല എന്ന് ചുരുക്കം. തീർച്ചയായും അങ്ങനെ ഒരു പരാതി ഒരാളും എന്റെ അടുത്ത് പറയില്ല. എല്ലായിടത്തും എഗ്രിമെന്റ് വെക്കുമ്പോ ഡബിങ് കഴിഞ്ഞിട്ട് ഇത്ര പേയ്മെന്റ് അങ്ങനെയാണല്ലോ വെക്കുക. പ്രൊമോഷൻ എന്ന് പറഞ്ഞ വെക്കുന്നില്ലല്ലോ. പ്രൊമോഷൻ ഒരു ഓപ്ഷൻ ഉണ്ട് ആ എഗ്രിമെന്റിൽ. നമുക്കൊക്കെ വരുമ്പോഴും ഇങ്ങനെ ഡബിങ് കഴിഞ്ഞിട്ട് പ്രൊമോഷൻ വരാത്ത പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ സിനിമയ്ക്ക് ലൊക്കേഷൻ അവര് ഷൂട്ട് ചെയ്യായിരിക്കും, നമ്മൾ കുറെ നാൾ കഴിഞ്ഞിട്ട് സിനിമ ഇറങ്ങുകയാണ്, അത് അവരെ കുറ്റപ്പെടാനും പറയാം. അത് വേറെ സംഭവം വരുച്ചാല് ഇപ്പൊ നമുക്ക് അപ്രതീക്ഷിതമായ മഴ, ഒരു ദിവസം അറിയാലോ, ഒരു ദിവസം മാറിക്കഴിഞ്ഞാലുള്ള എത്ര പ്രശ്നങ്ങൾ വരുന്നു. ചിലപ്പം
ആ ഒരു ഒറ്റ ദിവസം അല്ലെ 2 ദിവസം അടച്ചങ്ങ് പെയ്ത് കഴിഞ്ഞാൽ ഇതിനെല്ലാം എല്ലാം മാറി. കൂട്ടിയിടിച്ചു. തീർച്ചയായും അങ്ങനെ അല്ല പാളയം PC-യുടെ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ അങ്ങനെ നമുക്ക് 2 ദിവസം നഷ്ടപ്പെട്ടു മഴ കാരണം. അപ്പൊ ഈ 5 ദിവസം വേറെ സ്ഥലത്ത് കൊടുത്തേക്കുമായിരിക്കും ഇയാള്. അതെ അതെ. അപ്പൊ അങ്ങനെ വരുമ്പോ അത് മൊത്തം പ്രശ്നമായി പോകും. അല്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞ പ്രൊമോഷൻ അല്ല അതും പ്രൊമോഷനായിട്ട് ബന്ധമില്ലല്ലോ. എടുത്തു വെച്ച സിനിമ വേറെ എടുത്തു വെച്ച സിനിമ റിലീസ് ചെയ്യുന്ന ഇപ്പോഴാണ് അല്ലെ. ഇന്നിപ്പോ പ്രൊമോഷൻ നമ്മൾ നേരത്തെ കണക്കൂട്ടി പ്രൊമോഷൻ പറയുമ്പോൾ ആ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നമ്മുടെ പ്രൊമോഷന്റെ ഡേറ്റ് അടുത്തിട്ടായിരിക്കില്ല ഈ അടുത്ത പടം അവിടെ നടക്കണത്. അങ്ങനെ അനുഭവിച്ചാളാണ്. ഞാനൊരു പടം പ്രൊഡ്യൂസ് ചെയ്തതാണ്. ഡോക്ടർ ഒറ്റപ്പടം പ്രൊഡ്യൂസ് ചെയ്തപ്പോ തന്നെ ഇത്രയും വർത്താനം പറയാൻ ആളായി. അല്ല എന്റെ പടത്തിൽ അഭിനയിച്ച നായകനെ എനിക്ക് ഒരു പ്രൊമോഷൻ പോലും കിട്ടിയില്ല. അദ്ദേഹം വേറൊരു സിനിമയിൽ അഭിനയിക്കുന്നത് ഞാൻ അയാളെ കുറ്റം പറയാനൊന്നും പോയില്ല. കാരണം അത് ഇമ്മീഡിയറ്റ് ആയിരുന്നു. ഇത് കുറെ നാള് ഷൂട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഒരു വർഷത്തോളം അതിൻ്റെതായ റീസൺസ് ഉണ്ട്. ആക്ച്വലി ഇത് വന്നപ്പോ ഞാനായിരുന്നില്ല ഇതിന്റെ പ്രൊഡ്യൂസർ, ഐ വാസ് എ കോ പ്രൊഡ്യൂസർ. ഇത് മിഡ് വേ വെച്ചിട്ട് ഫിനാൻഷ്യൽ ക്രൈസിസ് കാരണം ആദ്യത്തെ പ്രൊഡ്യൂസർ ഓൾമോസ്റ്റ് ഇത് ഹെൽഡപ്പ് ആയി. ഈ പ്രോജക്ട് തൂക്കുകയറിലായപ്പോൾ ഞാനിത് ഏറ്റെടുക്കുകയും ഞാൻ പുതിയൊരു ബാനർ ഉണ്ടാക്കുകയും അങ്ങനെ ഒരു പ്രൊഡ്യൂസറായി മാറിയ ഒരാളാണ്. അതൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ട് പാളയം PC ഞാൻ പ്ലാൻ ചെയ്ത ഒരു പ്രോജക്റ്റേ അല്ല. പക്ഷെ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ പല സ്ട്രഗിളിലൂടെയും പോയിട്ട് ഇത് എങ്ങനെയായാലും ഇത് ഇതുവരെ എത്തിച്ചു. അത്രമാത്രം. അപ്പൊ അതുകൊണ്ട് ഞാനിത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ പറഞ്ഞതാണ്. ഡോക്ടറെ പോലെ അനുഭവിച്ചിട്ടുള്ള ആളാണ്. എന്റെ നായകനും ഒരു സ്ഥലത്ത് പോലും എനിക്ക് കിട്ടിയില്ല. ഞാൻ അയാളുടെ പരാതി എൻ്റെ ഏറ്റെടുത്ത സുഹൃത്താണ്, എല്ലാമാണ്. ഞാൻ പറഞ്ഞില്ല കാരണം അയാൾ പരാതി പറയല്ല ധർമ്മേട്ട, ഇതിലൊരു മോറൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ? അത് അഭിനയിച്ച ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ട്. ആ പടം നമ്മൾ അവരെയും കൂടെ പ്രൊമോട്ട് ചെയ്യാണല്ലോ. നമ്മൾ പോസ്റ്ററില് ഓരോരുത്തരും ഹൈലൈറ്റ് ചെയ്യും. നമ്മൾ ഇവരൊക്കെ ഒക്കെ നമ്മൾ പബ്ലിക്കിലേക്ക് വിടുമ്പോൾ ഈ വലിപ്പച്ചെറുപ്പം നോക്കിയിട്ട് പുള്ളി വേറൊരു വലിയ സംവിധായകന്റെ പടത്തിൽ അകപ്പെട്ടു പോയി. പിന്നെ ഞാൻ വിളിച്ചാൽ വരാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇങ്ങനെ ആയിരിക്കണം. അല്ലാതെ പറ്റാത്ത കുഴപ്പമൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. എന്നോട് ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല, എന്നോട് സ്നേഹമില്ലായിട്ടല്ല. അല്ല എന്നിരുന്നാലും പ്രൊമോഷൻ വിട് പല അസൗകര്യങ്ങൾ കൊണ്ടും മറ്റുള്ള പ്രോജക്ട്സിൽ അവര് ഡേറ്റ് കൊടുത്തിട്ടുള്ള ഇഷ്യൂസ് കൊണ്ടും അവർക്ക് വരാതിരിക്കാനോ വരാൻ ബുദ്ധിമുട്ടായിട്ടുള്ള അവസ്ഥയായിരിക്കാം. എന്നിരുന്നാലും നമുക്കിപ്പോ ഫേസ്ബുക്ക് ഓൺലൈനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കൂടെയും പ്രൊമോട്ട് ചെയ്യാലോ. അതിന് വേറെ ഒരു എവിടെ ഏത് ലൊക്കേഷനിൽ ഇരുന്നാലും ഇതൊക്കെ ചെയ്യാൻ പറ്റും. അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ അത് ചെയ്തുകൂടെ എന്നാണ് ചോദിക്കുന്നത്. ആ ചോദ്യം പ്രസക്തമാണ് ഡോക്ടർ, ആ ചോദ്യം പ്രസക്തമാണ്. ലൊക്കേഷനിൽ ഞാൻ പറയട്ടെ, ലൊക്കേഷനിൽ വെറുതെ ഫോൺ എടുത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കിതൊക്കെ അറിയാവുന്ന പണിയാണ്. എനിക്കിതൊന്നും വലിയ പരിചയമില്ലാത്ത പണിയാണ്. അവർക്കൊരു എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇത് വിടാൻ പറ്റും. തീർച്ചയായും. അല്ല ഇപ്പത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ കൂടെ ഉള്ള പ്രൊമോഷൻ ആണല്ലോ. മോർ ദാൻ ഇപ്പൊ ഹോർഡിങ്ങോ ഫ്ലെക്സോ ഒക്കെ വളരെ ചുരുക്കം ഇപ്പൊ കണ്ടുവരുന്നുള്ളൂ. മറ്റു നമ്മളൊരു ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുകയാണെങ്കിൽ നിറച്ചും സിനിമ പോസ്റ്റേഴ്സ് ആണ്. ഇപ്പൊ കേരളത്തിൽ മൊത്തം റോഡ് പണി നടക്കുന്നുണ്ട്, ഒരു ഫ്രെയിമും ഇല്ല. പോസ്റ്ററോ ഹോർഡിങ്ങോ ഒക്കെ സാധനം ബൈപ്പാസ് വൈഡനിങ് ആണ് എല്ലായിടത്തും റോഡ്. അപ്പം ആരും തന്നെ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. കൂടുതലും ആൾക്കാർ സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ് നമ്മളെ പ്രോജക്ട്സും നമ്മുടെ വർക്കും. ഈവൻ ആക്ടേഴ്സ് ആണെങ്കിൽ തന്നെ റീൽസ് ഒക്കെ ഇട്ടിട്ടാണല്ലോ അവരെ തന്നെ പ്രൊമോട്ട് ചെയ്ത്. തീർച്ചയായിട്ടും നമ്മൾ കാണുന്നതൊക്കെയാണ്. ഡോക്ടറിന്റെ ഒരു മനസ്സിന്റെ ഒരു സംഭവം അറിഞ്ഞുകൊണ്ട് ഞാൻ ചോദിച്ച ചോദ്യങ്ങളാണ്. ഞാനും ഈ സിനിമ ഫോളോ ചെയ്യുന്നതാണ്. ഇവരൊക്കെ ധർമ്മമൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ ഈ നോക്കുമ്പോൾ ഇതിന്റെ ആർട്ടിസ്റ്റുകൾ ആരൊക്കെയാണ് ഇത് ചെയ്യുന്നത്, എനിക്ക് മനസ്സിൽ ഉണ്ടായ ഒരു കാര്യം ഡോക്ടറിന് ചോദിച്ചാണ്. അടച്ചു കുറ്റം പറയല്ലോ, പക്ഷെ ഓരോരുത്തരുടെയും ധാർമ്മിക ഉത്തരവാദിത്തമാണ്. ഇത് അവരവരുടെ പ്രോജക്ട്, അവർ ഇൻവോൾവ് ചെയ്ത പ്രോജക്ട് ഇതൊരു ഫാമിലി പോലെ ആണല്ലോ, ഇതൊരു കൂട്ടായ്മയാണല്ലോ. സിനിമ എന്ന് പറഞ്ഞ ഒരു കൂട്ടായ്മയാണ്, ഒരാളുടെ സിനിമ മാത്രമല്ല. അതെ അതെ അതെ. അത് ഏതെങ്കിലും ഒരു ചെയിനിൽ ഒരു ലിങ്ക് പോയി കഴിഞ്ഞാൽ അത് കൊളാപ്സ് ചെയ്യും. അപ്പൊ എല്ലാരും കൂടെ വിചാരിച്ചാൽ മാത്രമേ ഒരു പടം പ്രേക്ഷകരിലേക്ക് എത്തിച്ച് ഇത് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അതുവഴി അവർക്കും മെച്ചല്ലേ, ഓരോരുത്തർക്കും അവരവരുടെ പ്രോജക്റ്റ് വിജയിക്കുമ്പോൾ അതിൽ വർക്ക് ചെയ്ത് ഓരോരുത്തർക്കും ഗുണമല്ല ചെയ്യുന്നുള്ളൂ. സംശയിക്കണം, അങ്ങനെ തന്നെയാ പോകുന്നത്. എന്തായാലും അത് ഞാൻ ചോദിക്കണം എന്ന് തോന്നി, ഞാൻ ചോദിച്ചതിന് കൃത്യമായ മറുപടിയിലേക്ക് പോയി. ഇനി നമ്മൾ പാളയം PC-യിലേക്ക് പോവാണ് അല്ലേ?
ധർമ്മ ഈ സബ്ജക്റ്റ് കേട്ടു. ധർമ്മൻ എനിക്കൊന്നും നമ്മൾ സിനിമയായിട്ട് ഇന്റർവ്യൂ ചെയ്തിട്ട് കുറേ നാളുകളായി അല്ലെ? ഇന്നാണ് നമ്മൾ ആ ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. കുറെ ആളായി പണി കിട്ടിയിട്ട്. അതായത് പാളയം കഥ വി എം വിനു എന്ന് പറയുന്ന ഡയറക്ടറിന്റെ അനിയനാണ് VM അനിൽ എന്ന് പറഞ്ഞിട്ട് എന്നോട് സബ്ജക്ട് സംസാരിക്കുന്നത്. വലിയ ഭയങ്കര വേഷമൊന്നുമല്ല ചേട്ടാ. എന്റെ പോർഷൻ അങ്ങനെ പറഞ്ഞുകൂടാ കേട്ടോ, ഭയങ്കര വേഷമൊന്നും അല്ല, പക്ഷെ നല്ല ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഇതുവരെ ധർമ്മജൻ ചെയ്യാത്ത ഒരു അല്ല. ഞാൻ പറയുന്നത് എനിക്ക് ഇങ്ങനെ അദ്ദേഹത്തിന്റെ എളിമ കൊണ്ടാണ് അവ എനിക്ക് ഇങ്ങനത്തെ ഒരു വേഷം തരുന്നത്. അപ്പൊ എന്റെ പോർഷൻ എന്താണ് ചേട്ടാ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പത്രോസ് എന്ന് പറഞ്ഞൊരു കഥാപാത്രമാണ്, ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞു തന്നു. ഓക്കെ, ഞാനതിൽ സംതൃപ്തനാണ്. അങ്ങനെ ഭയങ്കര തിരക്കിട്ട സിനിമകളിൽ നിന്നും തിരക്കില്ലാത്ത സമയത്തേക്ക് മാറിയ ടൈമിലാണ് ഇദ്ദേഹം വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സ്നേഹപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ചു. അവിടെ പോയി നല്ലൊരു ക്രൂ ആണ്, ഇന്ന ആൾക്കാരൊക്കെ അഭിനയിക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടുകൂടി സ്നേഹത്തോടുകൂടി അഭിനയിച്ച ആ റോളും നല്ലതായിരുന്നു. അത് ആ റോളിനെ പറ്റി ഞാൻ പറയുന്നില്ലെന്നേ ഉള്ളൂ. എല്ലാ സിനിമ കണ്ട് പ്രേക്ഷകത്തെ കാണട്ടെ. വിനു എന്തുണ്ട് മുത്തേ? സുഖം. അല്ല ബിനു, എന്നെ സംബന്ധിച്ചോളം ബിനുവെ കാണുമ്പോ മനസ്സിൽ ഭയങ്കര സന്തോഷമുള്ള മുഹൂർത്തങ്ങളാണ് അല്ലെ? വലിയൊരു ആക്സിഡന്റ് കഴിഞ്ഞിട്ട് അല്ലെ, അവിടെയാണ് ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞത്. ഒരാൾ നഷ്ടപ്പെട്ടു, അത് നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. വിധി അങ്ങനെയാണ് അല്ലെ? നഷ്ടപ്പെടാതെ കുറെ പേര്, പക്ഷെ അവരിലൊക്കെ അതിജീവിച്ച് വന്ന ബിനു അന്ന് കണ്ട് ഞാൻ ഒത്തിരി ഹോസ്പിറ്റൽ വരെ വന്ന് താഴെ നിന്നിട്ട് പോയ ആളാണ്, കാണാൻ പറ്റാതെ. ആ ബിനു തിരിച്ച് വീണ്ടും സിനിമയിലെത്തുന്നു, പ്രോഗ്രാമിലെത്തുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് തന്നെ നന്ദി. അതെ, ഇത്തരം സന്ദർഭങ്ങളാണ് നമ്മുടെ പ്രപഞ്ചത്തിലെ ചില സത്യങ്ങളൊക്കെ സത്യമാണ് നമ്മൾ അറിയുന്ന ചില നിമിഷങ്ങൾ. അതൊക്കെ കാരണം വെച്ചാൽ ഞാനിപ്പോൾ 2-3 ചാനലിലുമായിട്ടും അല്ലാതെയൊക്കെ ഞാൻ പറഞ്ഞു പോയ ഒരു വലിയ ഒരു ബന്ധമാണ്. ഞങ്ങൾ ആക്സിഡൻറ്റ് പറ്റിയ അന്ന് എന്തോ ഒരു വല്ലാതെ നമുക്ക് എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നൊരു തോന്നൽ നമുക്ക് വരിക. ആ തോന്നൽ വന്നിട്ട് ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ പുള്ളി ഇരിക്കുന്നത്, അതിനകത്ത് മാറുന്നില്ല വണ്ടിയുടെ ഫ്രണ്ട്. മാത്രമല്ല അളിയനാണ് എപ്പോഴും ഫ്രണ്ടിൽ ഇരിക്കുന്നത്. അന്ന് മൊത്തം ഈ സുധി ഇവൻ എന്ത് ചെയ്താൽ അവിടെ നിന്ന് മാറില്ല. മാറില്ല. അതുകൊണ്ട് തിരിച്ച് ഞങ്ങൾ പ്രോഗ്രാമിന് പോയപ്പോൾ പല നേരത്ത് വെള്ളം കുടിക്കാൻ നിർത്തുന്നു, ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നു, ചെറുകടിയും ചായയും കുടിക്കാൻ, ഇതെല്ലാം കഴിക്കുമ്പോഴും പെട്ടെന്ന് ഇപ്പം വണ്ടിയുടെ ഫ്രണ്ടിൽ കയറിയിരിക്കും, ഫ്രണ്ട് സീറ്റിൽ. ഇത് അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ അതും വേറൊരു കാര്യം. ഇപ്പം മഹേഷ് കുഞ്ഞുമോൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു കലാകാരൻ. പുള്ളി അവൻ അങ്ങോട്ട് വന്ന് വേറെ വണ്ടിയിലാണ്, ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഞങ്ങളുടെ വണ്ടിയിൽ ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം, കുറേ തമാശ കേട്ട് ചിരിക്കണം എറണാകുളം വരെ എന്നും പറഞ്ഞ് ആ പയ്യനുങ്ങളുടെ വണ്ടിക്കകത്ത് കയറുന്നു. അപ്പോഴും സുധി എന്നെ ഫ്രണ്ടിൽ ഇരുത്തില്ല. അപ്പം അങ്ങനെ നമ്മളോരോ നിമിത്തങ്ങളും എന്തൊക്കെയോ ഒരു പിന്നെ ഈ സുധിയുടെ മുഖത്ത് ഇവിടെ തന്നെ ഒരു പാട്, ഇങ്ങനെ ചിരിക്കുമ്പോൾ ഇവിടെ കൊഴിഞ്ഞു കറക്റ്റ് ഒരു പാട്. ഇത് ഇവിടെയല്ല എനിക്ക് വന്നത്, കറക്റ്റ് അവൻ്റെ അതേ സ്ഥലത്ത് തന്നെ ആ പാട് ഇവിടെ തന്നിട്ട് അവൻ അങ്ങ് പോയി. അപ്പം അതിൽ നിന്ന് നമ്മളിപ്പോഴും ഒന്ന് റിക്കവർ ആയിട്ടില്ല. നമ്മളൊക്കെ ഈ മനസ്സുകൊണ്ട് ദുർബലന്മാരായതുകൊണ്ട് എന്തെങ്കിലും ഇത് വരുമ്പോൾ അതൊക്കെ കയറി വരും. അപ്പം അങ്ങനെ ഒരു പറഞ്ഞാൽ ദൈവാധീനം എന്ന് വെച്ചാൽ അവർക്കത് പറ്റി എനിക്കൊന്നും പറ്റിയില്ല എന്നുള്ളതല്ല, ഒരിക്കലും അല്ല. എന്തോ ഒരു അന്ന് അവൻ്റെ ദിവസമായിരുന്നു. അന്ന് ഞാനും അവനും ഒന്നിച്ച് കൂടെ ഉണ്ട്. ഞങ്ങൾ ആക്സിഡൻറ്റ് പെട്ടെന്ന് എന്തോ ഒരവസ്ഥ അങ്ങനെ അങ്ങ് പോയി. തിരിച്ചു വന്നു. നമ്മുടെ ഡബിങ്ങിന് വന്നപ്പം പുള്ളിയുടെ ഭയങ്കര ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. ആള് ക്രച്ചസിലാണ് വന്നിരുന്നത് നമ്മൾ ഡബ് ചെയ്യാൻ വേണ്ടിട്ട്, ഓർമ്മയുണ്ടോ? പിന്നെ നമ്മളത് എറണാകുളത്തേക്ക് എത്തിക്കുന്നത് ഞാനാണ്. ഇവർക്കൊന്നും പരിചയമില്ലാത്ത കാലഘട്ടത്തിൽ കൊല്ലസുധി എൻ്റെ വീട്ടിൽ, ഞാൻ വാടക വീട്ടിൽ താമസിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ പായ തിളങ്ങിയിട്ട് ഞങ്ങൾ ഒരുമിച്ച് കിടന്നുറങ്ങി. അവനവിടുന്ന് കൂടെ വരുന്നു, താമസിക്കുന്നു, ഞാൻ സീരിയൽ എഴുതുമ്പോൾ എൻ്റെ കൂടെ വരുന്നു. അങ്ങനെയായിരുന്നു അത്.
പിന്നെയാണ് ഈ റിയാലിറ്റി ഷോ ഒക്കെ വന്നിട്ട് ശ്രുതി അങ്ങോട്ട് മാറി എൻ്റെ അപ്പോഴും ബന്ധങ്ങളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഞാനാണ് കൊല്ലം അന്ന് ഒരു വടക്കേ ആവശ്യങ്ങനെ അവിടെ നിന്ന് ഞാൻ എറണാകുളത്തേക്ക് കൊണ്ടുവരുന്നത് ഞാനാണ്, ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. ശ്രുതി ഒരു ഭയങ്കര നഷ്ടം തന്നെയാണ്. എന്ത് സംശയം, എനിക്ക് ബിനു ഇപ്പോൾ പറഞ്ഞ ഒരു അതാണ് എനിക്ക് മനസ്സിൽ എനിക്ക് സംസാരിക്കാൻ മുന്നോട്ട് ആ ഒരു പാട് ഇവിടെ തന്നിട്ട് പോയി അല്ലേ, ഭയങ്കരമായിട്ടത് ശ്രുതിക്കുള്ളതാണ്. അതെ, ശ്രുതി ഇങ്ങനെ ചിരിക്കുമ്പോൾ ഒരുപാട് കഥ ഇവിടെ തന്നെ വലത് സൈഡിൽ അങ്ങനെ ചിരിക്കുമ്പോൾ ഒരു പാട് വരും. ചിരി നിർത്തുമ്പോൾ പോകും. അതെ, എടോ എന്താടോ, ആരോടും ഒരു പരിഭവങ്ങളോ പരാതികളോ ഇടിച്ചു കയറ്റോ പിടിച്ചു പറയോ ഒരാളെ പറ്റി ഒരു കുറ്റം പറയോ ഒന്നും ചെയ്യില്ല. ഞാനിതുവരെ കേട്ടിട്ടില്ല. അല്ലേ, ചുമ്മാ ചിരിക്കും. പിന്നെ പുള്ളിക്ക് ഞാനൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവുമില്ല, തമാശക്കേ. അപ്പൊ നമ്മളോട് കുറ്റം പറഞ്ഞാലും പുള്ളി ഭയങ്കരമായിട്ട് അത് ആസ്വദിക്കുള്ളൂ. അതെ 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 എന്നാ പറഞ്ഞാലും. അപ്പൊ എന്നോട് ബോഡി ഷേമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് കളിയെതിരെ ഭയങ്കര ആരോപണങ്ങളൊക്കെ പോകുന്നുണ്ട്. പക്ഷെ ശ്രുതിക്കോ തുഷാരുടെ എന്നെ പറ്റി പറയുന്നതിനോ എനിക്കോ ഈ തങ്കുവിനെ പറ്റി ഇങ്ങനെ പറഞ്ഞതിനോ അവരാദ്യം ആസ്വദിക്കുക. നമ്മളെന്തെങ്കിലും പറഞ്ഞ അവന്മാരാദ്യം ചിരിക്കണേ. കാരണം നമ്മളുടെ ഉള്ളെന്താന്ന് അവർക്കറിയാം. നമ്മളങ്ങനെ ഇപ്പം ഞാൻ കുഞ്ചാക്കോവനാണല്ലോ, ഞാൻ ബോഡി ഷേമിങ് നടത്താനായിട്ട് ഇത് പറയണയാൾ നല്ല ചേല. അപ്പം അങ്ങനെ ചെയ്ത കോമഡിക്ക് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു എന്നല്ലാതെ അല്ലേ. സിനിമയിലെ കഥാപാത്രം എന്താണ്? ഈ സിനിമയിൽ ഞാൻ ഭയങ്കര ഒരു ക്യാരക്ടറാണ്. അതായത് പറഞ്ഞ പോലെ ഒരു ഭർത്താവായാൽ എങ്ങനെ ഉണ്ടാവണം, അദ്ദേഹത്തിൻ്റെ സ്വഭാവം എന്തായിരിക്കണം, ഭാര്യയോടുള്ള സമീപനം, കുടുംബത്തുള്ള പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് ഈ സിനിമയിൽ കണ്ടുപഠിക്കേണ്ട ഒരു വേഷമാണ് ഞാൻ ചെയ്തത്. ഇവിടെ ചിരി തുടങ്ങി. മഞ്ജു പത്രോസിൻ്റെ നട്ടലില്ലാത്തൊരു ഭർത്താവാണ് ഞാൻ ഇതിനകത്ത്. അപ്പോൾ പുള്ളി ഫെമിനിസ്റ്റ് ചിന്താഗതിയുള്ള ഒരു കലാകാരിയാണ്. ഇതിനകത്ത് പുള്ളിക്കാരത്തി ശബരിമലയിൽ പോവുക, അതുപോലെ ബാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണ ഒരു കഥാപാത്രമാണ് മഞ്ജു പത്രോസിൻ്റേത്. അപ്പം ഭർത്താവ് പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ്, നിർവാഹമില്ലാത്തതുകൊണ്ട് ആ വീട്ടിലങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുക, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ് ഞാൻ ഇതിനകത്ത് അഭിനയിക്കുന്നത്. നല്ലൊരു വേഷം അല്ലേ. പിന്നെ നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന വേഷങ്ങളിലൊക്കെ നോക്കുമ്പോൾ ഇത് വ്യത്യസ്തമായ ഒരു വേഷം. അതെ 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 അല്ലേ, നല്ല വേഷം. ജീവിതത്തിലൊരു ഭർത്താവാണ്, ജീവിതത്തിലൊരു അച്ഛനാണ് അല്ലേ, പിന്നെ മാറി ചിന്തിക്കുന്ന ഒരു വേഷമാണ്. സിനിമ കണ്ടുകഴിഞ്ഞപ്പം ഭാര്യ എന്ത് പറയുന്നുള്ളതാണ് നമുക്ക് ഇനി ചോദിക്കേണ്ടത്. പിന്നെ സ്വന്തം ഭാര്യയുടെ ഈ സിനിമ കണ്ടുകഴിഞ്ഞപ്പോൾ സ്വന്തം ഭാര്യ എന്ത് പറയുന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. അപ്പൊ അവള് ചിന്തിക്കും, ഓ വീട്ടിലെ പോലെ തന്നെ അഭിനയിക്കലായിരുന്നു, ജീവിക്കുകയായിരുന്നു എന്ന് പറയുന്ന ഒരു സിനിമയായിരിക്കും ഇത്. എന്റെ വേഷം. നല്ല സിനിമകളാവട്ടെ, നല്ല സിനിമകൾ വരുമ്പോഴാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. നായികയിലേക്ക് നമ്മൾ പോകുമ്പോൾ നായിക നായിക റെസ്റ്റിലേക്ക് പോകുന്ന നായിക കുറെ ഇയറിലേക്കൊക്കെ വന്ന ഒത്തിരി മുഹൂർത്തങ്ങളുണ്ട്. ഓണപ്പൂടലും ഓണത്തിലേക്ക് ഇറങ്ങലും ഒക്കെ ആയിട്ട് വലിയ ഫേമസ് ആയിട്ട് നിൽക്കണമല്ലോ, ആളുകളുടെ മുമ്പിലേക്ക് എത്തിയേക്കണാണല്ലോ. എന്നോട് വന്നതേ ചോദിച്ചു, എന്നെ അറിയും, ഞാൻ അറിയും, എവിടെ വെച്ചറിയും? അപ്പം ഞങ്ങൾ ഇങ്ങനെ അറിയും, അറിയാതെ പോലും എന്നാ പറയുന്നായി. എന്നോട് തിരിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് പോയി. പക്ഷെ ഞാൻ സുല്ലു പറഞ്ഞു കണ്ടുപോയി. നമ്മള് കുറെ സിനിമകൾ കണ്ടുപോയി, കുറെ ആർട്ടിസ്റ്റിനെ കാണുന്നതാണല്ലോ, നമ്മള് മുമ്പ് ഇരുന്നിട്ടുണ്ട്. അതെ. അപ്പൊ ഞാൻ വേറെ കാര്യം എന്താ മോളെ, ഈ നിങ്ങൾ ഇന്ന് കാണുന്ന പോയിരിക്കും നാളെ മേക്ക് ഓവർ ചെയ്തിട്ട് വേറെ ആയിട്ട് വരും. അവന് എത്ര വലിയ ഇന്റർവ്യൂ ചെയ്താ നമുക്ക് എന്നും ഇങ്ങനെ തന്നെയാണ്. കുറയ്ക്കാറൊന്നുമില്ല, ഇങ്ങനെ തന്നെ. ലാസ്റ്റ് നമ്മള് GS പ്രദീപ് ആവും. ഒരു കുറെ ചോദ്യം ചോദിക്കുമ്പോ അതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് കിട്ടും. അല്ലെ, അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയുണ്ട് അങ്ങനെയാണ് ഞങ്ങൾ അതെ അല്ലേ, ശരിയല്ലേ പിടിച്ചത്. ഇല്ല, എന്നോട് പറഞ്ഞു ഞാൻ അറിയുമെന്ന് ചോദിച്ചപ്പോ പറഞ്ഞാ അറിയും. എന്നുവെച്ചാ എങ്ങനെ അറിയും? അല്ല അറിയും, എനിക്കറിയും. ഞാൻ എങ്ങനെ അറിയും പറ. അപ്പൊ ആളിങ്ങനെ സൊല്ലിട്ടിങ് പോയി വിടിരുന്നു. 2 മിനിറ്റ് അവിടെ നിന്നിട്ട് പിന്നെ തിരിച്ചു വന്നിട്ട് പറഞ്ഞു നമ്മള് മറ്റേ ഇന്റർവ്യൂവിന് വന്നിരുന്നു.
ആ അറിയും എന്ന് ഇവര് പലരും ഇദ്ദേഹം interview ചെയ്യുന്നുണ്ട്. ഒരു ദിവസം എല്ലാരും അറിയില്ല, എണ്ണം എനിക്കറിയാം. പറഞ്ഞാലും ഭയങ്കര എല്ലാം കൂടുതലാണ്. മേക്കപ്പ് വരുന്നതനുസരിച്ച് വ്യത്യാസം വരും. എനിക്ക് മനസ്സിലായില്ലല്ലോ. അല്ല അതിലെന്ത് ഞാൻ പിന്നെ ഇയാളെ ഇല്ല, ഞാൻ ചോദിച്ചപ്പോ പറഞ്ഞിട്ട് മനസ്സിലായോ? പോയതിനു ശേഷമാണ് മറ്റേ ഓണപ്പൂവും എല്ലാം തന്നെ മനസ്സിലേക്ക് ആ, കയറിയത്. പിന്നെ അല്ല അത് പിന്നെ അതിലൊന്നും വെറുതെ ഇരിക്കാൻ വെറുതെ. പാടില്ല. പക്ഷെ നല്ലൊരു സിനിമയുടെ ഭാഗമായി അല്ലേ, ശരി. ഒരു കാത്തിരിപ്പ് ഇപ്പൊ റിലീസിന് ഒരുങ്ങുന്നു അല്ലെ. ഇത്തരം ഒരു സിനിമയിലേക്ക് എത്തുമ്പോൾ ഇതിനു മുമ്പും സിനിമകൾ റിലീസ് ചെയ്ത് വന്ന ഒരു ഘട്ടത്തിലേക്കും ഈ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്നത്? നമ്മൾ ഇത്തരം കാത്തിരിപ്പിന് ശേഷം ഒരു സിനിമ ഇറങ്ങുന്നത് സന്തോഷമുണ്ട്. ഒരുപാട് അത്യാവശ്യം നല്ല ചെയ്യാനുണ്ടായിരുന്നു. നല്ല റോളായിരുന്നു. ഇത്രയും ഇവരെ പോലെയുള്ള വലിയ ആർട്ടിസ്റ്റിന്റെ കൂടെ ചെയ്യാൻ പറ്റി. അതന്നെ അവരാഗ്രഹിച്ച അതാണ്. ഞാൻ പറഞ്ഞു ബിജുചേട്ടൻ ധർമ്മജേട്ടൻ്റെ ഒക്കെ ഒപ്പം ചെയ്യാൻ പറ്റി. പിന്നെ ഇവരുടെയൊക്കെ സജഷൻസ് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഇതുണ്ട് ഫോൾട്ട് വരുവാണെങ്കിൽ, ഫോൾട്ട് ഇല്ലെങ്കിലും തന്നെ പറഞ്ഞുതരും ഇങ്ങനെ ചെയ്ത് നന്നായിരിക്കും. അങ്ങനെയൊക്കെ കുറെ പഠിക്കാൻ പറ്റും. നമുക്ക് കുറച്ച് സിനിമകളിൽ നിന്നും കുറെ പാഠങ്ങൾ പഠിച്ചു. നന്നായിട്ട് പഠിക്കും. ഓരോ സിനിമ ചെയ്യുന്നതും ഓരോ പാഠമാണ്. ഞാൻ ഇപ്പൊ പ്രൊഡ്യൂസറിന്റെ ആദ്യം ചോദിച്ചാൽ ചില ആളുകൾ സഹകരിക്കുന്നില്ല, അവർ സോഷ്യൽ മീഡിയ പോസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ടോണ്ടാണ് ഇവിടെ ഇരുന്നത് അല്ലെ. പല കാരണങ്ങളുണ്ടാവും. അതേക്കുറിച്ച് ഇപ്പോൾ വളർന്നു വരുന്ന ഒരു കലാകാരി എന്ന നിലയിൽ ഈ ഹീറോയിനായി വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതേക്കുറിച്ച് എന്താണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്? എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഒരു സിനിമ ചെയ്ത് പൂർത്തീകരിക്കുന്നവരെ ആ ടീമിനൊപ്പം നിൽക്കുക. അതാണ് ആ സിനിമ വിജയിപ്പിക്കുക. നമ്മളും കൂടെ ഇൻവോൾവ് ചെയ്തത് വിജയിപ്പിക്കുക. ഞാൻ വന്ന വഴി മറക്കാത്ത ആളാണ്. ആ സിനിമ അവരുടെ ഒപ്പം നിന്ന് വിജയിപ്പിക്കുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളത്. എന്നെ സംബന്ധിച്ച് ഇവിടെ വരെ വന്നിട്ടും ഞാനൊരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിലല്ല, എൻ്റെ ഒപ്പം പഠിച്ചവരെയും ഞാൻ വന്ന വഴിയിൽ കണ്ടുമുട്ടിയവരൊക്കെ കണ്ടാൽ കാണാത്ത രീതിയിൽ പോകുന്ന ഒരാളല്ല ഞാൻ. എല്ലാവരെയും എൻ്റെ ഒപ്പം ചേർത്ത് എല്ലാവരെയും ഒപ്പം ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എല്ലാവരുടെ ഒപ്പം നിൽക്കുക. എല്ലാവരുടെയും സന്തോഷം എൻ്റെ സന്തോഷം. ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. ഇതിലെ ക്യാരക്ടർ ഹീറോയിൻ ക്യാരക്ടറാണ്. റോസ്മെരി എന്ന് പറഞ്ഞ റോള് ചെയ്യുന്നു. അപ്പോ സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷം. ലൊക്കേഷനിൽ എന്നും ഓർത്ത് വെക്കാവുന്ന ഒരു അനുഭവം പറഞ്ഞാൽ ഏതായിരിക്കും പറയുക? അനുഭവം പറയുന്ന എന്നും എന്നത്തെയും നല്ല നല്ല ഓർമ്മകൾ തന്നെയായിരുന്നു. നമ്മളൊരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പിക്നിക് പോലെയാ, ഒരു ട്രിപ്പ് പോലെയായിരുന്നു. ഡോക്ടറുടെ വണ്ടി ഫ്രണ്ടിൽ പോവും, നമ്മൾ ബാക്കിൽ പോവും, കഴിക്കാൻ ഒരിടത്ത് നിർത്തി എല്ലാവരും ഒരു സ്പോട്ടിൽ നിർത്തി എല്ലാവരും കഴിക്കും. എല്ലാവരും ഒരു ഫാമിലി ട്രിപ്പ് പോലെ തന്നെയായിരുന്നു. അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വ്യത്യാസം, ഒരു സിനിമയെന്നോ ഒരു പ്രൊഡ്യൂസറിനോ ഒരു ആർട്ടിസ്റ്റ് അങ്ങനത്തെ വ്യത്യാസമൊന്നും. എല്ലാവരും ഒരേപോലെ പോകുമ്പോൾ ഒന്നിച്ച് പോവും, കഴിക്കുമ്പോൾ ഒരിടത്ത് എവിടെയെങ്കിലും നിർത്തിയിട്ട് ഒന്നിച്ച് കഴിക്കും. അങ്ങനെ പിന്നെ ഡോക്ടറുടെ മറ്റേ നിലമ്പൂരടുത്ത് കക്കാടംപൊയിലെ ഡോക്ടർക്ക് ഒരു ഫാം ഹൗസ് ഉണ്ട് കക്കാടംപൊയില്. പക്ഷെ എനിക്ക് ആ ഫാം ഹൗസിൽ താമസിക്കാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയില്ല. ഇവരൊക്കെ വന്നിട്ട് ലൊക്കേഷനിൽ വന്ന് പറയും അവിടെ പോയിട്ട് അങ്ങനെ കണ്ടു ഇങ്ങനെ കണ്ടു എന്നൊക്കെ. അതിനടുത്തപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഒരു ദിവസം കൊണ്ടുപോകണേ. അപ്പം ജീപ്പ് മാത്രമേ പോവുള്ളൂ അവിടെ. ഒരു ദിവസം എനിക്ക് എപ്പോഴോ ഒരു പ്രാവശ്യം ജീപ്പിൽ കൊണ്ടുപോയി അവിടെ പോയില്ല. അതിന് തൊട്ടടുത്ത് വേറൊരു വീട്ടിൽ താമസിപ്പിച്ചു. രാത്രി ഒരു 10 മണി കഴിഞ്ഞപ്പോൾ തൊട്ട് ആനയുടെ സൗണ്ട് മാത്രം. രാത്രി ഇങ്ങനെ ഉറങ്ങാണ്ട് നേരം വിളിപ്പിച്ചു. അപ്പൊ അവിടുത്തെ അവസ്ഥ എന്തായിരിക്കും എന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റി. അവിടെ താമസിക്കാൻ പറ്റിയില്ല. ആ ഫിലിമില് 1-2 സീക്വൻസ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ അതിന്റെ ഭാഗമായിട്ട് സോങ്ങിലൊക്കെ ഉണ്ട്, സീക്വൻസ് ഉണ്ട്. അവിടെ കുതിരയൊക്കെ ഉണ്ട് ഡോക്ടർ ഫാമില്. അതൊരു ഓഫ് റോഡ് ട്രാക്ക് ആണ്. ധർമ്മജനുള്ള ഒരു പോസിറ്റീവ് വശം നമ്മൾ ആ ഒരു സീനല്ലേ എടുത്തുള്ളൂ. കോമ്പിനേഷൻ സീൻസ് ഒന്നേ ഉള്ളൂ. എന്താണ് പോസിറ്റീവ് വശം? നല്ല കംഫർട്ടായിരുന്നു. അത്രയ്ക്കൊന്നും പരിചയം ഞങ്ങൾ ആ ഒരു കോമ്പിനേഷൻ സീൻ മാത്രമല്ല ഒരു. അപ്പൊ അതിൽ എനിക്ക് നല്ല കംഫർട്ടായിരുന്നു ആളുടെ വർക്ക് ചെയ്യാൻ. അത് ഞാനൊരു സീൻ ചെയ്യുന്ന സമയത്ത് അയ്യോ ഒന്നുമില്ല നെഗറ്റീവ് പറയാൻ. ഞാൻ ഇതിൽ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നതിന് മുന്നേ തൊട്ട് എനിക്ക് ഇഷ്ടമാണ് ബിനു ചേട്ടനെ. പിന്നെ അവരോടൊക്കെ വർക്ക് ചെയ്യാൻ അവസരം ലഭിച്ചതിന് വലിയ ഭാഗ്യമായിട്ട് കാണുന്നു. അപ്പൊ ചേട്ടന്റെ കൂടെ തന്നെ ഞാൻ ആദ്യത്തെ ഒരു കോമ്പിനേഷൻ സീൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ സീൻ ചെയ്യുമ്പോൾ എനിക്ക് പറഞ്ഞു ഇങ്ങനെ ചെയ്തു, എനിക്ക് കുഴപ്പമില്ല. അപ്പൊ ചേട്ടന്റെ കയ്യിൽ കടിക്കുന്ന ഒരു സീനുണ്ട്. കടിച്ചു, എനിക്ക് പ്രശ്നമില്ല. അപ്പൊ എനിക്ക് വേദനിക്കുമോ എന്നൊരു പേടിയുണ്ട്. കുഴപ്പമില്ല ചെയ്തോ, കടിച്ചോ, പ്രശ്നമില്ല. അല്ലല്ല ഞാൻ കടിച്ചില്ല. കടിച്ചോ? കടിച്ചു, ഞാൻ കടിച്ചോളാൻ പറഞ്ഞു. അല്ല ഞാൻ അഭിനയിക്കുമല്ലോ, ഉള്ളു കടിച്ചാലും കടിച്ചില്ല ഞാൻ അഭിനയിക്കണമല്ലോ, കടിച്ചായിട്ട് ഫീൽ ചെയ്യിക്കണമല്ലോ. ഈ
ഈ പുള്ളിക്കാരത്തിനൊക്കെ അടിച്ചില്ലേലും എനിക്ക് അടിച്ചതായിട്ട് ഇങ്ങനെ അഭിനയിക്കണമല്ലോ. അപ്പൊ എന്റെ അടുത്ത് അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ direct ചെയ്തോ അടിച്ചു. കുഴപ്പമില്ല, അങ്ങനെ അത്രയും കംഫർട്ടായിട്ട് നമുക്ക് നിന്നിരുന്ന ഒരാളാണ്. ഒരുപാട് സന്തോഷം തോന്നി കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതിൽ. ഇതൊക്കെയാണ് ഒരു എക്സ്പീരിയൻസ് നമുക്ക്. ശരിക്കും എത്ര ഇവരെ പോലുള്ള നാളുകളായിട്ട് ആർട്ടിസ്റ്റിനൊക്കെ ഇരിക്കുന്ന വർക്ക് ചെയ്യാൻ ഒരു സാധിക്കുന്നത് ചോദ്യം എനിക്ക് മുമ്പ് ചോദിച്ചു, ആ. ഈ ആർട്ടിസ്റ്റുകൾ വരെ മേക്ക് ഓവർ വരുന്നതുകൊണ്ട് തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. എന്താ അപ്പം തന്നെ എന്നെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അങ്ങ് മനസ്സിലാകുന്നു, സംസാരിക്കുന്നു. ഞാനൊരു റെയിൽവേ സ്റ്റേഷനിലേക്ക് അപ്പോൾ ഒരു ചേട്ടൻ വന്നു, അയ്യോ എൻ്റെ ഭാര്യ നിങ്ങളെന്ന് വെച്ചാൽ മരിക്കും, എൻ്റെ പൊന്നെ എന്ത് കോമഡി, നിങ്ങൾ കോമഡി അതാന്ന് പറഞ്ഞ് പുള്ളി ഇങ്ങ് സംസാരിച്ചിട്ടേ പോകാൻ നേരത്തെ ഇവിടെ വരാം. ശരി പ്രദീപ് പള്ളിരുത്തിന്ന് പ്രദീപ് ഏട്ടനാന്നും പറഞ്ഞോണ്ട ഈ പുള്ളി ഇത്ര നേരം എന്നോട് സംസാരിച്ചിട്ടുണ്ട്. ശരി പ്രദീപ് പള്ളിരുത്തി പേര് ഇപ്പൊ എന്നെ കാണുമ്പോ തുഷാരുടെ കേൾക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഒരു ഫോട്ടോ എടുക്കാം, തുഷാരോട് ഒരു ഫോട്ടോ എടുത്തില്ലെങ്കിൽ പിന്നെ എന്ത് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ ആൾക്കാരുണ്ട്. തുഷാരോട് ആണെങ്കിൽ അവൻ തൃപ്പൂണിത്തുറയിലുണ്ട്, അവൻ്റെ കൂടെ പോയി ഫോട്ടോ കറക്റ്റായിട്ട് പേര് പറയില്ല. ധനഞ്ജയൻ, അമൃതാഞ്ജൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറെ പേരുകൾ പറയും. നമ്മുടെ പേര് കറക്റ്റായിട്ട് പറയില്ല. എന്റെ പണ്ട് തുടങ്ങിയ എന്റെ സ്കൂളിലെ ടീച്ചർമാരെ പറയൂല, ഞാൻ ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ആരാണ് ഈ പേര്? ധർമ്മരാജൻ എന്നൊക്കെ പറഞ്ഞു വിളിക്കുക, ലോഡിങ്ങുകാരന്റെ പോലെ. ഞാനാണെങ്കിൽ ഏറ്റവും ചെറുതാ ധർമ്മരാജൻ എന്നൊക്കെ പറഞ്ഞു. ധർമ്മരാജൻ എന്നൊക്കെ ബാക്കിയുള്ളവർക്ക് ചെറിയ ചെറിയ വരിക, സോബിത്തലിയും മറ്റേത് കുറച്ച് അങ്ങനെയുള്ള പേരുള്ള ടൈമിന് ധർമ്മരാജൻ, ധർമ്മജൻ എന്നാ എന്റെ പേര്. ധർമ്മരാജൻ വിളിക്കുള്ളൂ ടീച്ചർമാര്. അവർക്കൊന്നും മര്യാദക്ക് അതിൽ നോക്കിയിട്ട് വിളിക്കൂല അവര് ധർമ്മജൻ എന്നുള്ളത്. എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. ഞാനന്ന് എൻ്റെ അച്ഛനെ ഞാൻ മനസ്സുകൊണ്ട് പ്രാഗിയിട്ടുണ്ട്, ഇത്ര വലിയ പേര് ഇത്ര കൊച്ചു ചേർക്കണായിട്ടുള്ള എനിക്ക് ഇട്ടെന്താന്ന്. അല്ല, അതിനൊരു ചെറിയ പേര് അല്ല, പിന്നെ വലുതായപ്പോ നമ്മള് ആർട്ടിസ്റ്റൊക്കെ കഴിഞ്ഞപ്പോ ആർക്കും ഇല്ലാത്തൊരു പേര്, ആർക്കും ഇല്ലാത്തൊരു ധർമ്മജൻ. അപ്പൊ ഞാൻ ശരിക്കും ഒരു മുളകാട് എന്നുള്ള സ്ഥലത്താണ്, പഞ്ചായത്തില്. മുളകാട് പഞ്ചായത്ത് ഞങ്ങള ബോൾക്കാട്ടി ഞങ്ങളുടെ തെക്കേറ്റത്തൊരു സ്ഥലമാണ്. അപ്പൊ ഈ വിളിക്കുമ്പോഴേ അടുത്തായി വരുന്നു ധർമ്മജൻ മുളകാട്, അത് പഞ്ചില്ല. അപ്പൊ ഞാൻ അതിനൊരു പഞ്ചിന്റെ വേണ്ടി ധർമ്മജൻ ബോൾക്കാട്ടി അടിപൊളി ഉറപ്പിച്ച് അങ്ങനെ ധർമ്മജൻ ബോൾക്കാട്ടി ആയതാണ്. എന്റെ നാട് തന്നെയാണ്, പക്ഷെ അതൊക്കെ ഏറ്റവും ഞാൻ പഞ്ചായത്ത് കടമെടുത്ത പുള്ളി അങ്ങനെ ഇട്ടാണ് പഞ്ചിന് വേണ്ടി. അത് ക്ലിക്കായി. അപ്പൊ ഇപ്പൊ ആൾക്കാര് ഈ മുളകുപാടുന്ന് ചില ആൾക്കാര് പുറത്തൊക്കെ പണിക്ക് പോവല്ല, വെൽപ്പണി അതൊക്കെ ഇട്ട് പോണ ആൾക്കാരുണ്ടല്ലോ. എവിടെയാണ്? ബോൾഗാട്ടിലാണ്. ധർമ്മന്റെ അവനൊക്കെ നമ്മുടെ കൂട്ടുകാരാ. അങ്ങനെ അതൊരു ഇതായി പറയാതെ ഇല്ലട്ടെ, നുണവർത്തിയല്ല പറഞ്ഞ മുളകുകടാന്ന് പറഞ്ഞാല് ചിലപ്പോ എനിക്ക് ഇത്രക്ക് ഇത് കിട്ടില്ല. ബോൾഗാട്ടി എന്ന് പറഞ്ഞാല് പിന്നെ ബോൾഗാട്ടി ചെയ്യാനല്ലോ. ബോൾഗാട്ടി പലസ് കഴിഞ്ഞാൽ പിന്നെ ബോൾഗാട്ടി ചെയ്യാൻ. അപ്പൊ ധർമ്മ മോട്ടറിന്റെ വീടിന്റെ അവിടെ കളിക്കാന്ന് വെച്ചാൽ അങ്ങനെയൊക്കെയാണ് വലിയ. അപ്പൊ നമ്മുടെ അങ്ങനെയല്ല നിസ്സാരമായിട്ട് നമ്മുടെ കൂടെയൊക്കെ അങ്ങനെയൊക്കെയാണ് നമ്മളെ. അപ്പൊ ധർമ്മജൻ ബോൾഗാട്ടി പഞ്ച് കിട്ടാൻ വേണ്ടിയിട്ട സംഭവം. ബിനു അടിമാലി പഞ്ച് കിട്ടാൻ വേണ്ടി പിന്നെ അടിമാലി തന്നെ ആയതുകൊണ്ട് അടിമാലി. ഞാൻ അടിമാലി ഇങ്ങനെ വല്ലപ്പോഴും അങ്ങനെ പോകും. അപ്പൊ പോകാറില്ല. അതെ, നെടുങ്കണ്ടെന്നൊരു ചേട്ടനങ്ങ് വന്നേക്കാം. പുള്ളി എനിക്ക് അവനെ കൈ കുത്തി നടക്കണേന്ന് തോന്നെ, അത്രയ്ക്ക് ആരോഗ്യ കൈക്ക്. ഒരു പിടുത്തം പിടിച്ചിട്ട് ഞാൻ വാ വിളിച്ചു പോയി, വന്നേ നമുക്കൊരു ഫ്ലെക്സി എടുക്കാന്ന്. പുള്ളി നെടുങ്കണ്ടെന്നാണ്. ഒരു പിടുത്തം പിടിച്ചിട്ടാണ് 2 ചട്ടം ഒടിഞ്ഞു, ടക് ടക് 2 ചട്ടം. ഭയങ്കര ആരോഗ്യ പുള്ളി. വാ നമുക്കൊരു ഫ്ലെക്സി എടുക്കാം. ഞാൻ തിരുത്താൻ നിന്നില്ല, ഇനി വേറെ എന്തെങ്കിലും പറഞ്ഞാൽ. ഈ തുഷാരുടെ ഒരു 6 അടി പൊക്കമുള്ളൊരുത്തനാണ്, ഞാൻ അതിനെക്കാട്ടി 5 അടിയാണ്. അപ്പൊ എന്നീ ആൾക്കാർ കഴുത്തെ കുരുക്കടല് ഇങ്ങനെ പിടിക്കല്, ഇതിനെ കൂടി ഇങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവൻ സമ്മതിക്കുന്നില്ല.
എടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കും. എന്നെ ഇങ്ങനെ ഒന്ന് ലോക്ക് ചെയ്തിട്ട് അത് ശരിയായില്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പത്തൂണ്ട് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. അത് ശരിയാണ്. നമ്മളങ്ങനെ കോമഡിക്കാരനായിട്ട് കണ്ടിട്ട് അതായത് നമ്മൾ ഡൗൺ ടു എർത്ത് ആണെന്നൊക്കെ ആരാണ്ടൊക്കെ പറഞ്ഞു വെച്ച പോലെ എനിക്കാണ് വിശാലിന്റെ എന്നെക്കാട്ടി ഭയങ്കര പാവട്ടാ. നമ്മളാണ് ദേഷ്യക്കാരൻ. എനിക്ക് ദേഷ്യക്കാരെ കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല. അവൻ ശരിക്കും പറഞ്ഞപ്പോ അവന് അവൻ്റെ ആരുടെ പൊക്കോ അവൻ്റെ വീശൊക്കെ വെച്ചിട്ട് മാത്രമേ ഉള്ളൂ. അവരെ പിടിച്ച് എന്നെ വിളിച്ചത് വിളിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവൻ നിന്ന് തരും. ഞാനാണ് നിൽക്കൂല, ഞാൻ പോയി ക്ലീൻ ചെയ്യും, പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെയുമുണ്ട്. ഇതില് ഈ ആൾക്കാരുടെ സ്നേഹം പ്രകടിപ്പിക്കല് വേറൊരു രീതിയിലാണല്ലോ. കുറെ സ്ഥലത്ത് ചെല്ലുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പല വലിയ ആർട്ടിസ്റ്റുകളും പിടിച്ച് ഇടിക്കണേ കണ്ടിട്ടുണ്ട്, ചോറ് വലിച്ചെറിയ കണ്ടിട്ടുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളോട് ആൾക്കാർ സ്നേഹം ലൊക്കേഷന് പറ്റിയതുപോലെ അല്ലേ അതെ 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 സ്നേഹം പ്രകടിപ്പിച്ചാണല്ലോ പാലക്കാട്ടുകാര്. പാലക്കാട് സ്നേഹം പ്രകടിപ്പിച്ച ഈ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ അല്ല ധർമ്മ, ഈ ആർട്ടിസ്റ്റുകളുടെ സ്നേഹം എന്നും പ്രേക്ഷകർക്കുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ലാലേട്ടൻ 5641 ഫോട്ടോ എടുത്തു. ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അത് സംഭവത്തിലേക്ക് പോയതാണ്. അല്ല ഞാൻ പറഞ്ഞ ഞാൻ എട്ടിമണി എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിക്കുമ്പോ 2 ബസ് വന്ന് നിൽക്കും. 2 ബസ് വന്ന് നിൽക്കുമ്പോ ഒരു ഗ്യാപ്പ് ടൈം ആകുമ്പോ ലാലേട്ടൻ വരും. ഒരു കുന്ന് ആൾക്കാരാണ്, എല്ലാവർക്കും ഫുഡ് ഒപ്പം നല്ല ഫോട്ടോ അവർക്ക് ഫുഡും ഉണ്ട്, ലൊക്കേഷന് ഫുഡും ഉണ്ട്, ലാലേട്ടൻ്റെ ഒപ്പം ഫോട്ടോ. ലാലേട്ടനും ഏലക്കാമാല എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തൊക്കെ കഴിക്കാനുള്ള ഏലക്ക ഉണ്ടാവും അതില്. ഇടുക്കി ഇതൊക്കെ ഒരു ഏലക്ക കൊണ്ടുവരുന്നതാണ്. പിന്നെ ഓലയില് ലാലേട്ടൻ്റെ കൊണ്ടുവരും. അങ്ങനെ കുരുമുളകില് ലാലേട്ടനെ കണ്ടു. ഇത് കൊണ്ടുപോകും, ഇത് ലാലേട്ടൻ വെക്കാൻ ലാലേട്ടൻ വേറൊരു വീടും കൂടി മേടിക്കണം ഇത്ര സാധനം വെക്കാനായിട്ട്. അതേപോലെ നിന്ന് സഹകരിച്ച് ഫോട്ടോ എടുത്ത് ഇതൊക്കെ പോകും. അത് വേറൊരു ജന്മമാണത്. തീർച്ചയായിട്ടും എല്ലാവർക്കും കഴിയില്ല. എല്ലാവരും ഓലയില് ലാലേട്ടൻ ഉണ്ടാക്കുമ്പോൾ ഓലയില് നമ്മൾ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഉണങ്ങി പോയി കഴിഞ്ഞാൽ ഷേപ്പ് മാറും. കൗണ്ടർ എന്റെ ജീവിതത്തിൽ ബുദ്ധിയുള്ളൊരു ഉണക്ക പോലെയല്ല ഉണ്ടാക്കണം. അതുകൊണ്ട് കുഴപ്പമില്ല. അത് ഓരോരുത്തർ കൊണ്ടുവരണ കേട്ടോ. അവരവരുടെ ഒരു പാരിതോഷികമായിട്ട് ലാലേട്ടന് കൊടുക്കണം. എന്തൊരു പെര വരാന്നറിയാം. ആണുങ്ങളും പെണ്ണുങ്ങളടക്കം 2 ബസ്. അപ്പോൾ ഒരു ബസ്സിനുള്ള ആൾക്കാരൊക്കെ ആദ്യമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ആലടിച്ചൊക്കെ ഉണ്ടാവും. അവർക്ക് ഉള്ള ഫുഡ് അത് കൊടുത്ത് അടുത്ത ബസ് ഇറങ്ങി ലാലേട്ടാണെങ്കിൽ നിൽക്കണേ ഫോട്ടോ എടുക്കാനായിട്ട്. ഇവരൊക്കെ 5000 പേരുടെ കൂടെ ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമാണ്. ഒരിക്കലല്ല, ഞങ്ങളൊക്കെ അനുഭവിച്ചാ. ഞങ്ങൾ എല്ലാരും കൂടെ ഉണ്ടായിരുന്നാ. ഇങ്ങനെ ഒരേ നിപ്പ് ഇടയ്ക്ക് ലാലേട്ടനെ കൈ വെക്കുമ്പോൾ ഇങ്ങനെ ചോന്നിരിക്കും, നിനക്ക് ചേർത്ത് പിടിക്കുമല്ലേ. അവസരത്തിൽ പിടിച്ചു ഞെക്കുവോ എന്താ ചെയ്യണമെന്ന് അറിയില്ലോ. ഫോട്ടോ എടുത്തിട്ട് അവര് പറയുന്ന വാക്കുകൾ ഈ പറഞ്ഞ പോലെ കലാകാരന്മാരെ സ്നേഹിക്കുന്നവരാണ് മലയാളികൾ. അതവിടെ പോലെ ഇപ്പൊ ബിനു നേരത്തെ പറഞ്ഞല്ലോ, അവിടെ പോയപ്പോൾ ബിനുവെ അറിയാം, പേരുകൊണ്ട് ചിലപ്പോൾ അറിയില്ല. പക്ഷെ ബിനുവിനെയാണ് ഇഷ്ടം. ധർമ്മജനെ അറിയാം, പേര് ചിലപ്പം ഏതാണെന്ന് അറിയില്ല. പക്ഷെ ആർട്ടിസ്റ്റുകളെ ഭയങ്കര ഇഷ്ടമാണ്. അതാണ് മലയാളി എന്ന് പറയുന്നത്. എവിടെ ലോകത്ത് എവിടെ പോയാലും മലയാളികൾ ഏത് താരത്തെയും തിരിച്ചറിയുന്നു ഉള്ളതാണ് ഏറ്റവും വലിയ പ്രസക്തമായ കാര്യം. ഒരേ സിനിമയും വിലയിരുത്താൻ കഴിവുള്ള മലയാളികളാണ്, അതിനൊരു സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് സിനിമകൾ ഇത്രയും കേരളത്തിൽ ഇറങ്ങുന്നതും സിനിമ വിജയിക്കുന്നതും പരാജയപ്പെടുന്നതുകൊണ്ടാണ്. കൃത്യമായിട്ട് ഒരു സിനിമയെ കുറിച്ച് പറയാൻ കൃത്യമായി സെൻസുള്ളതാണ് മലയാളികൾ. അതിനൊരു മാറ്റമില്ല. നല്ല സ്ക്രിപ്റ്റാണെങ്കിൽ സിനിമ ഓടും, സ്ക്രിപ്റ്റ് കൊള്ളില്ല, സിനിമ ഓടില്ല. അതിന് മറ്റാരെയും പഴി ചാരിയിട്ട് ഒരു ഫലവുമില്ല, ഒരു കാര്യവുമില്ല എന്ന് തീർത്തു വരും. പിന്നെ റിവ്യൂ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്, അവർ തോന്നുന്ന പോലെ ചെയ്യുന്നു, അതങ്ങൾ ആ വഴിക്ക് പോട്ടെ എന്ന് ഞാൻ പറയുന്നു. ബിനുവിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ മാജിക് അല്ലെ എന്നും കൂടെ നടക്കുന്ന അല്ലെ ഒരു കുടുംബമാണ് അല്ലെ. അവിടെ നിന്ന് മാറി സിനിമയിലേക്കും പോകുന്നു. എപ്പോഴും സിനിമ എന്നൊരു സ്വപ്നം എപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ. പിന്നെ മനസ്സിൽ ഞാൻ ഒരു ഷേപ്പില്ലാത്ത കാലത്ത് കയറി കൂടിയ ആഗ്രഹമാണ്. എന്ത് ഷേപ്പില്ലാത്ത? ആ ഷേപ്പ് പറയണ്ട. പണ്ട് മറ്റേ എൻ്റെ നാട് അടിമാലിയാണല്ലോ. അടിമാലിയിൽ ആ കാലത്ത് മുതൽ എന്നോ മനസ്സിൽ സിനിമ ഷൂട്ടിങ് പോലും കണ്ടിട്ടില്ലാത്ത സമയത്ത് നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്നതും അല്ലെങ്കിൽ സിനിമാ നടനാവണം എന്നൊക്കെ അങ്ങനെ സ്വപ്നം കണ്ട് നടന്നിട്ടുണ്ട്. ദൈവം സഹായിച്ച് അങ്ങനെയൊക്കെ ആഗ്രഹിച്ച പോലെ കുറച്ച് സിനിമയിലൊക്കെ ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അത് നമ്മുടെ ഒരു ദൈവാധീനം. നമ്മളെ സ്വപ്നം കണ്ട പോലെ നമ്മൾ അതിനെ അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് സ്റ്റാർ മാജിക്ക് നമുക്ക് എപ്പോഴും വീട്ടിൽ ചെന്നാൽ, ഈ പിള്ളേർ ആ സമയത്ത് വീട്ടിൽ ചെല്ലുമല്ലോ എന്ന് പറഞ്ഞവർ ഏത് വർക്കില്ലാത്ത സമയത്താണെങ്കിലും ചെന്നാൽ
മാക്സിമം അവിടെ ഞങ്ങൾ ചെല്ലാൻ ശ്രമിക്കാറുണ്ട്. അവിടെ നിന്ന് കിട്ടുന്ന ഒരു കയ്യടി അതൊരു വലിയ ഒരു പോസിറ്റീവ് എനർജിയാണ് ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നാണെങ്കിലും നന്നായിട്ട് കിട്ടാറുണ്ട്. പിന്നെ അപ്പം പ്രേക്ഷകർ അവരാണല്ലോ നമ്മളെല്ലാം നല്ല ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും അത് എന്നും ഉണ്ടാവും. ഈ പറഞ്ഞതുപോലെ പ്രേക്ഷകരില്ലെങ്കിൽ നമ്മളാരും നമ്മളാരുമല്ല. ഒരു സിനിമ എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറും ഡയറക്ടർ ആർട്ടിസ്റ്റും മാത്രം ഒതുങ്ങുന്നതല്ല, പ്രേക്ഷകര് വിലയിരുത്തുന്ന പോലെ ആയിരിക്കും ഒരു സിനിമയുടെ വിജയം. അവരെ മാറ്റാം. പിന്നെ അത് തന്നെയല്ല, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന മേക്കപ്പ് മാൻ, അതുപോലെ തന്നെ യൂണിറ്റിലുള്ളവർ, എത്രയോ പേര്, പ്രൊഡക്ഷനിൽ എത്രയോ പേര് കഷ്ടപ്പാടിന്റെ ഫലമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. പിന്നെ അതിനേക്കാൾ ഉപരി പ്രേക്ഷകരുടെ വിലയിരുത്തൽ, അതാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. പ്രേക്ഷകർ കൃത്യമായിട്ട് വിലയിരുത്തുന്നുണ്ട് ഒരു സിനിമയെ കുറിച്ച്, അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലേ? ഓ തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഒരു സിനിമ ചെയ്യാൻ നമ്മൾ വിചാരിക്കും അത് വിജയിക്കും, നമ്മൾ പറയും. പക്ഷെ അത് അവര് പറയണം. നമ്മൾ ചെയ്യുന്ന സിനിമ നമ്മളുടെ സിനിമയാണ്, അത് വിജയിക്കുന്നത് നമ്മളുടെ വിശ്വാസം. പക്ഷെ അത് വിലയിരുത്തേണ്ടത് പ്രേക്ഷകരാണ്. ആ വിലയിരുത്താൻ കഴിവുള്ള പ്രേക്ഷകർ. അതെ അതെ. ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയി. ബിനു നമ്മള് സിനിമയെന്ന് പറഞ്ഞിട്ട് കുറെ പക്ഷെ എങ്കിലും ഇപ്പോഴും പറയുന്നു പാളയം PC എന്ന സിനിമ സൂപ്പർ ഹിറ്റ് ആകണം. ഇത്രയും നേരം ഞങ്ങൾ സംസാരിച്ചെങ്കിലും ഈ സിനിമയ്ക്ക് നിന്ന് മാറിപ്പോയെങ്കിലും ഈ സിനിമയിൽ വന്നതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് സംസാരിക്കുന്നത്. അതുകൊണ്ട് ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ, നല്ല രീതിക്ക് ആളുകൾ ഏറ്റെടുക്കട്ടെ. ഇതിന്റെ 25-ാം 50-ാം ദിവസം ആഘോഷിക്കാനുള്ള ഭാഗ്യം ദൈവം നിങ്ങൾക്ക് തരട്ടെ. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാവണം. അതെ. താങ്ക്സ്.